ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്യം വർഷങ്ങളായി സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. മതങ്ങളെ നിഷേധിക്കുന്ന ഈ വാക്യം പിൻവലിപ്പിക്കാൻ കൂടി രംഗത്തിറങ്ങണം. മുതൽ കോട്ടയം വരെ സംസ്ഥാനത്ത് 11 നിയമസഭാ മണ്ഡലങ്ങളെങ്കിലുമുണ്ട് വ്യക്തമായ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെയെല്ലാം ഇടത് സ്ഥാനാർത്ഥികൾ ജയിച്ചു. മലപ്പുറത്ത് സ്ഥിരമായി മുസ്ലിം ലീഗ് ജയിച്ചിരുന്ന മണ്ഡലങ്ങളിൽ ചിലത് ഇടതുമുന്നണി പിടിച്ചെടുത്തു. ഈ സ്ഥിതിവിവരക്കണക്കിന്റെ അടിസ്ഥാനത്തിൽ കൂടി വേണം രണ്ടാം വിമോചന സമരാഹ്വാനത്തെയും ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങളെയും കാണാൻ. അതുകൊണ്ടാണ് KPCC പ്രസിഡന്റ് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. ബേബി ഇന്ന് കൊണ്ടുവരുന്ന പ്രാന്തൻ പരിഷ്കാരങ്ങളൊക്കെ നാളെ UDF അധികാരത്തിൽ വന്നാൽ മാറ്റി എഴുതുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. യാതൊരു തർക്കവും വേണ്ട. ഇത് അങ്ങനെ നമ്മൾ പോകാൻ പാടില്ല. ഇന്ന് കൊണ്ടുവരുന്ന കാര്യങ്ങൾ നാളെ ഇത് അനാചാരമായി മാറരുത്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കുത്തിനിറക്കുകയാണെങ്കിൽ നാളെ ഞങ്ങൾക്കും ചെയ്തുകൂടെ എന്ന് ഞങ്ങൾ ചിന്തിച്ചാൽ എന്ത് ചെയ്യും? ഞങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പോകുന്നില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്യം വർഷങ്ങളായി സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. മതങ്ങളെ നിഷേധിക്കുന്ന ഈ വാക്യം പിൻവലിപ്പിക്കാൻ കൂടി രംഗത്തിറങ്ങണം. പുതിയ ബോധന രീതിയെ എതിർക്കാം, അതിലെ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കാം, യുക്തിസഹമായ തെളിവുകൾ നിരത്തണമെന്ന് മാത്രം. മതത്തിന്റെ പേര് പറഞ്ഞെതിർക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം കാണാതിരിക്കാനാവില്ല. മതത്തിന്റെ പേര് പറഞ്ഞെതിർക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം കാണാതിരിക്കാനാവില്ല. ഓരോ പാഠവും വെച്ച് പരിശോധിച്ച് ഇത് തീർത്തും പിൻവലിക്കേണ്ടതാണെന്ന് സമർത്ഥിക്കാൻ സാധിക്കാം. ഒരാൾക്കും സാധ്യമല്ലാതെ. പക്ഷേ അത്തരത്തിലുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള വാദത്തിലേക്ക് കടക്കാനല്ല താല്പര്യം. വെറും ഗോസിപ്പ് പ്രചരിപ്പിക്കാനാണ്. കുറേ ആരോപണങ്ങൾ ആദ്യം മുമ്പോട്ട് വയ്ക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് പറയുക ഇത് പിൻവലിക്കേണ്ടതാണ്. ഈ തരത്തിലുള്ള ഒരു സമീപനം വളരെ അപകടകരമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കുട്ടികളെ മതനിഷേധികളാക്കാൻ ശ്രമിക്കുന്നവരെ തെരുവിലേക്ക് ഇറക്കാനുള്ള ശ്രമമായി ഇത്തരം നീക്കങ്ങളെ കണ്ടാൽ കുറ്റം പറയാനാവില്ല. 5-ാം തീയതി ഒരു വലിയ പ്രക്ഷോഭ സമ്മേളനം കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വെച്ച് നടത്തുന്നത്. അന്ന് തുടർന്ന് നടക്കുന്ന ഞങ്ങളുടെ പ്രക്ഷോഭ പരിപാടികൾ സംബന്ധിച്ച സമ്മേളനം അന്ന് പ്രഖ്യാപിക്കും. പൂർണ്ണ പിന്തുണയുമായി രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒപ്പമുണ്ട്. മറ്റ് സമുദായ സംഘടനകളുമായിട്ടുള്ള ചർച്ച ഇപ്പം നടക്കുന്നുണ്ട്. ക്രിസ്ത്യൻ, നായർ, NSS സംഘടനകളൊക്കെ അതിൻ്റെ ചർച്ച പല തലത്തിലും നടക്കുന്നുണ്ട്. പല തലത്തിലാണ് നടക്കുന്നത്. വേണ്ടി വന്നാൽ ഒരു യോജിച്ച പ്രക്ഷോഭം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് അടുത്ത ഘട്ടമായിട്ടാണ് അതാണ് സമരപ്രഖ്യാപന കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞത്. പുസ്തകം എങ്ങനെ പഠിപ്പിക്കണമെന്ന കാര്യത്തിൽ സഭാ നേതൃത്വം ഇടപെടുന്ന കാഴ്ചയും കണ്ടു. കുട്ടനാട്ടിൽ കൊയ്ത്തിയന്ത്രം ഇറക്കുന്നത് CPIM തടഞ്ഞെന്നും അത് കർഷകരെ ദുരിതത്തിലാക്കിയെന്നും പഠിപ്പിക്കാൻ സഭ വിളിച്ച അധ്യാപകരുടെ യോഗം തീരുമാനിച്ചതിന് പിന്നിലെ ലക്ഷ്യവും വ്യക്തമാണ്. ആദ്യ പാഠത്തെ കുറിച്ച് തന്നെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെ ജന്മികുടിയാൻ സമ്പ്രദായത്തിലല്ല ഒരു സാമൂഹ്യ പാഠം ആരംഭിക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഖണ്ഡിതമായ അഭിപ്രായം. അപ്പോൾ അത് ആ പാഠഭാഗങ്ങൾ ജന്മികുടിയാൻ സമ്പ്രദായത്തിൽ ഉണ്ടായിട്ടുള്ള ഭൂപരിഷ്കരണ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പറയാതിരിക്കുന്ന നിർവാഹമല്ല ആ പറയുന്നു. അതേസമയം തന്നെ അവിടെ പറയുന്നുണ്ട് ഇവിടെ ഭൂമി, നിലം, കൃഷിസ്ഥലം മണ്ണിട്ട് തികത്തിയത്, കെട്ടിടം പണിയുന്നത്, നെല്ലിന് കൃഷി ഇവിടെ പിന്തള്ളപ്പെട്ടത്, ഇതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് കുട്ടികളോട് ചോദിക്കുന്നു. ഇവിടെ കഴിഞ്ഞ വേനൽ മഴ ഉണ്ടായപ്പോൾ കോൾ നിലങ്ങളിൽ നെല്ല് കൊയ്തെടുക്കാൻ ആളില്ലാതെ നെൽപ്പാടങ്ങളിൽ നെല്ല് കതിര് വന്ന് നശിച്ച സംഭവം ഞങ്ങൾ കുട്ടികളോട് ചോദിക്കുന്നു. അതിൻ്റെ ചിത്രങ്ങൾ ശേഖരിക്കാൻ പറയുന്നു. കുട്ടികൾ പറയുന്നു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഇവിടെ കൊയ്യാനാളില്ല. കൊയ്ത്ത് യന്ത്രം പാടത്തിറക്കണമെങ്കിൽ അതിന് പ്രത്യേകമായ അനുമതി നേടേണ്ട ഒരു ചുറ്റുപാട് പല സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നു. അങ്ങനെ കുട്ടനാടൻ പ്രദേശങ്ങളിലെ കാർഷിക രംഗത്ത് പൊന്നു വിളയിക്കാൻ ആഗ്രഹിക്കുന്ന കർഷകരോട് ഇവിടുത്തെ സംവിധാനം, ഏത് സംവിധാനമല്ല, രാഷ്ട്രീയ സംവിധാനമാണല്ലോ, ഈ സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ കർഷകനെ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എത്തിക്കുന്നു. അപ്പോൾ കുട്ടികൾ പറയുന്നു ഇവിടെ നെല്ലിന് വില വർദ്ധിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇവർക്കെല്ലാം ഒപ്പം BJPയും എല്ലാ പാഠപുസ്തകങ്ങളിലും RSS അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചവരാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത്. തികച്ചും അസഹിഷ്ണുത പ്രദർശിപ്പിക്കുന്ന ഒരു അല്ലാത്തൊരു തരം യാഥാസ്ഥിതിക സാഹചര്യമുണ്ട് കേരളത്തിൽ. മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവത്തെ ഒരു തരത്തിലും ചെറിയ തലമുറയിലേക്ക് വളരാൻ അനുവദിക്കരുത് എന്നൊരു തോന്നലുള്ള പോലെ തോന്നും. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചില മത്സരങ്ങളും ആ തരത്തിലുള്ള
ഒരവസരം കിട്ടാൻ കാത്തിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെയാണ് കേരളത്തിലുള്ളത്. അല്ലാതെ ഇതിലേതെങ്കിലും കൃത്യമായിട്ട് എന്തെങ്കിലും ചില സിദ്ധാന്തമോ എന്തെങ്കിലും ചില ആശയങ്ങളോ ഒന്നുമില്ല. ആശയ ദാരിദ്ര്യമാണ് വാസ്തവത്തിൽ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മോന്റെ പേരെന്താ? ജീവൻ. കൊള്ളാം, നല്ല പേര്. അച്ഛന്റെ പേര് അൻവർ റഷീദ്, അമ്മയുടെ പേര് ലക്ഷ്മി ദേവി. ഹെഡ് മാസ്റ്റർ മുഖമുയർത്തി രക്ഷിതാക്കളെ നോക്കി ചോദിച്ചു, കുട്ടിയുടെ മതം ഏതാ ചേർക്കേണ്ടത്? ഒന്നും ചേർക്കേണ്ട, മതമില്ലെന്ന് ചേർത്തോളൂ. ജാതിയോ? അതും വേണ്ട. ഹെഡ് മാസ്റ്റർ കസേരയിലേക്ക് ചാരിയിരുന്ന് അല്പം ഗൗരവത്തോടെ ചോദിച്ചു, വലുതാകുമ്പോൾ ഇവന് ഏതെങ്കിലും മതം വേണമെന്ന് തോന്നിയാലോ? അങ്ങനെ വേണമെന്ന് തോന്നുമ്പോൾ അവന് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കട്ടെ. ഏതു മതം സ്വീകരിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്ന പ്രഖ്യാപനം മതനിഷേധത്തിന് പ്രേരിപ്പിക്കുമെന്ന് വ്യാഖ്യാനിക്കുന്നവർ ശ്രദ്ധിക്കുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്യം വർഷങ്ങളായി സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. മതങ്ങളെ നിഷേധിക്കുന്ന ഈ വാക്യം പിൻവലിപ്പിക്കാൻ കൂടി രംഗത്തിറങ്ങണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്യം വർഷങ്ങളായി സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. മതങ്ങളെ നിഷേധിക്കുന്ന ഈ വാക്യം പിൻവലിപ്പിക്കാൻ കൂടി രംഗത്തിറങ്ങണം. ഒരു സാമൂഹ്യപാഠം പുസ്തകത്തിലെ ഏതാനും പരാമർശങ്ങൾ കൊണ്ട് തകരുന്ന മതവിശ്വാസമേ കേരളത്തിലുള്ളൂ എന്ന് കരുതാനാവില്ല. അപ്പോൾ പിന്നെ എതിർപ്പിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്ന് വിലയിരുത്തുന്നതിൽ അപാകതയില്ല. സാധ്യതയുള്ള മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. 7ാം ക്ലാസ്സിലെ സാമൂഹ്യപാഠം പുസ്തകത്തിൽ നവോത്ഥാന നായകരെ പരിചയപ്പെടുത്തുമ്പോൾ പൊയ്കയിൽ യോഹന്നാനെ കുറിച്ച് പരാമർശിക്കുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനും സഭയിലെ ജാതി വിവേചനത്തിനുമെതിരെ ബൈബിൾ കത്തിച്ച് പ്രതിഷേധിച്ചയാളാണ് പൊയ്കയിൽ യോഹന്നാൻ. ക്രിസ്തീയ വിഭാഗത്തിലെ ദളിതുകളുടെയും പിന്നോക്കക്കാരുടെയും ഇടയിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ പൊയ്കയിൽ യോഹന്നാനെ യാഥാസ്ഥിതിക സഭാ നേതൃത്വം അംഗീകരിക്കുന്നില്ല. പക്ഷേ യോഹന്നാനെ ഉൾപ്പെടുത്തിയതിനെ പരസ്യമായി എതിർത്താൽ സഭയ്ക്കുള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ജാതി വിവേചനം പുറത്തുവരും. അതുകൊണ്ട് മറ്റു കാരണങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് മാത്രം. 1926 മലബാറിലെ ഒരു സ്കൂളിൽ ഏതാനും നായർ കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന പരാമർശം പുസ്തകത്തിലുണ്ട്. ജാതി ചിന്തയുടെ പാരമ്പര്യം വ്യക്തമാക്കുന്ന ഈ ഭാഗം NSSനെ മുറിവേൽപ്പിക്കുക സ്വാഭാവികം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്യം വർഷങ്ങളായി സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. മതങ്ങളെ നിഷേധിക്കുന്ന ഈ വാക്യം പിൻവലിപ്പിക്കാൻ കൂടി രംഗത്തിറങ്ങണം.